Hi students, welcome to LM Thing. Today we are doing the exercise questions of page 185, chapter 7, tangents. ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങളും ചിത്രമാണ്, പടം വരയ്ക്കാനുള്ളതാണ്, ഫിഗർ വരയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് അത് പിന്നീട് കാണിച്ചു തരാം. ഇപ്പം നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഹാവിംഗ് പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് ലെങ്ത്? പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 5ഉം 12ഉം. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിക്കാമല്ലോ അല്ലേ? ഹൈപ്പോട്ടിന്യൂസ് ഈക്വൽസ് ബേസ് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ബേസ് ഇവിടെ ഞാൻ 5 എഴുതിയിരിക്കുക, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ റൂട്ട് ഓഫ് 25 പ്ലസ് 144 169 ഈക്വൽസ് 13. ഹൈപ്പോട്ടിന്യൂസ് നമുക്ക് 13 എന്ന് കിട്ടി. റേഡിയസ് ഓഫ് ഇൻസർക്കിൾ, അപ്പോൾ നമ്മളിത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ. Therefore you can write radius of incircle of a right triangle equals, we have the formula. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? Sum of perpendicular sides minus hypotenuse by 2. This is the radius of incircle of right angled triangle. ഇവിടെ ഫുള്ളായിട്ട് എഴുതാം. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഈക്വൽസ് സം ഓഫ് perpendicular sides minus hypotenuse by 2. എന്താണ് പെർപെൻഡിക്കുലർ സൈഡ്സ് ഏതൊക്കെയാ? 5ഉം 12 അല്ലേ? 5 പ്ലസ് 12 മൈനസ് 13 ബൈ 2. അപ്പോൾ 17 മൈനസ് 13 4 ബൈ 2 ഈക്വൽസ് 2. അപ്പോൾ റേഡിയസ് നമുക്ക് എത്രയെന്ന് കിട്ടി? 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പം നാലാമത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. വളരെ എളുപ്പമാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം എഴുതിയിട്ടിട്ടുണ്ട്. അഞ്ചാമത്തെ ചോദ്യം, prove that if the hypotenuse of a right triangle is h, hypotenuse അതായത് മൊത്തം ലെങ്ത് ആണ് h എന്ന് തന്നിട്ടുണ്ട്, and the radius ഇതാണ്, ഇതെല്ലാം റേഡിയസ് ആണ്, റേഡിയസ് സ്മോൾ ആ, റേഡിയസ് ഓഫ് ഇൻസർക്കിൾ, ഇത് ഇൻസർക്കിൾ ആണ് അല്ലേ? ട്രയാങ്കിളിനകത്തുള്ള സർക്കിളിനെയാണ് നമ്മൾ ഇൻസർക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് r ഇൻറ്റു h പ്ലസ്, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഏരിയ എത്രയാണ്? ദ ഹൈപ്പോട്ടനസ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ഈസ് h ആൻഡ് ദ റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ ഈസ് സ്മോൾ r. ഇറ്റ്സ് ഏരിയ ഈസ് r ഇൻറ്റു h പ്ലസ് r. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൊത്തം ഇവിടെ പി ബിക്ക് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ലെറ്റ് പി ബി ഈക്വൽസ്, പി ബി എക്സ് ആണെങ്കിൽ ബി ആർ എന്തായിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സി ആർ എത്ര? മൊത്തം ലെങ്ത് എച്ച്. അപ്പം എച്ച് മൈനസ് എക്സ്. ഇവിടെ എച്ച് മൈനസ് എക്സ് ആണ്, ഈ ലെങ്ത് എന്തായിരിക്കും? എച്ച് മൈനസ് എക്സ് തന്നെ ആയിരിക്കും. ലെറ്റ് പി ബി ഈക്വൽസ് എക്സ്, therefore BR equals x. Then CR equals h minus x and CQ equals h minus x. ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ഏരിയ ഈക്വൽ സെമി പെരിമീറ്റർ ഇൻറ്റു റേഡിയസ്, എസ് ആർ നമ്മൾ പഠിച്ചതാണ്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈക്വൽ സെമി പെരിമീറ്റർ ഇൻറ്റു റേഡിയസ് ഓഫ് ഇൻസർക്കിൾ. സെമി പെരിമീറ്റർ എന്നാൽ സം ഓഫ് ദ സൈഡ്സിൻ്റെ പകുതി. അപ്പം നമുക്ക് പെരിമീറ്റർ കാണാം. പെരിമീറ്റർ ഈക്വൽസ് എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ഈക്വൽ ആർ പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് പ്ലസ് ഇവിടെ എന്താണ്? എച്ച് മൈനസ് എക്സ് പ്ലസ് ആർ.
എന്താണ് പ്ലസ് എക്സ് മൈനസ് എക്സ് പ്ലസ് എക്സ് മൈനസ് എക്സ്. അപ്പം നമുക്ക് എന്താ കിട്ടും? ആർ പ്ലസ് ആർ 2r പ്ലസ് 2h എന്ന് കിട്ടും. ഇത് പെരിമീറ്റർ ആണ്. അപ്പോൾ ഹാഫ് പെരിമീറ്റർ ഈക്വൽസ് സെമി പെരിമീറ്റർ ഈക്വൽ 2r പ്ലസ് 2h ഡിവൈഡഡ് ബൈ 2. അപ്പം നമുക്ക് എന്ത് കിട്ടും? s is equal to 2 take common factor r plus h by 2 is equal to r plus h. ഇനി ഇതിൻ്റെ നമ്മൾ ഈ ഫോർമുലയുടെ അകത്ത് കൊടുത്താൽ മതി അല്ലേ? a is equal to SR, s is equal to r plus h into r. ഇതല്ലേ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഏരിയ ഈക്വൽസ് r ഇൻറ്റു എച്ച് പ്ലസ്. വളരെ എളുപ്പമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ 5ാമത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. ഇനി 6ാമത്തെ ചോദ്യത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, 6ാമത്തെ ചോദ്യം എഴുതിയിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ദ റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ ഓഫ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഈസ് ഹാഫ് ദ റേഡിയസ് ഓഫ് ദ സർക്കം സർക്കിൾ. ഇതാണ് സർക്കം സർക്കിൾ. പുറത്തുള്ളത് സർക്കം സർക്കിൾ, അകത്തുള്ളത് ഇൻസർക്കിൾ. ചെറിയ സർക്കിൾ ഇൻസർക്കിൾ, പുറത്തുള്ളത് സർക്കം സർക്കിൾ. അപ്പോൾ ഇവിടെ ഇൻസർക്കിളിൻ്റെ റേഡിയസ് അതിന് OP, ദറ്റ് ഈസ് റേഡിയസ് ഓഫ് ഇൻസർക്കിൾ. ഇത് OB എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആ, ദറ്റ് ഈസ് റേഡിയസ് ഓഫ് സർക്കം സർക്കിൾ. ഇവിടെ നോക്കേ, ഈക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ ആംഗിളും 60 ആയിരിക്കും അല്ലേ? എല്ലാ സൈഡും ഈക്വൽ. അപ്പോൾ ഇത് ബൈസെക്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര 30 എന്ന് വരും അല്ലേ? ആ ട്രയാങ്കിൾ മാത്രമായിട്ട് ഞാൻ ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കുകയാണ്. OPB. ഈ ആംഗിൾ എത്ര വരും? 30 വരും അല്ലേ? 60 ബൈസെക്ട് ചെയ്യുമ്പോൾ 30. ഇവിടെ 90. അപ്പോൾ ഇവിടെ എത്ര? 60. 30, 60, 90 ട്രയാങ്കിൾ റേഷ്യോ ദ സൈഡ് 1:√3:2. ഇൻ ട്രയാങ്കിൾ നമുക്ക് സൈൻ റേഷ്യോ എടുക്കാം. ഇൻ ട്രയാങ്കിൾ OPB സൈൻ 30 ഈക്വൽസ് OP, ഇതിനെ സ്മോൾ ആർ എന്ന്, ഇതിനെ ക്യാപിറ്റൽ ആർ എന്നു. OP ഓപ്പോസിറ്റ് സൈഡ് ബൈ hypotenuse OB. Sin 30 is half. Half is equal to small r by capital R. Therefore, capital R equals 2r or small r equals half capital R. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത് അല്ലേ? Prove that the radius of incircle is half the radius of circumcircle. മനസ്സിലായില്ലേ? വളരെ എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ. ഈ എക്സസൈസിൽ പടങ്ങൾ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും തീർന്നിരിക്കുന്നു. ഓക്കെ, ലെറ്റ് മീ വൈൻഡ് അപ്പ്. ഐ വിൽ ഡു ദ കൺസ്ട്രക്ഷൻ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ.